ഹലോ ഗൈസ്, ഒരു പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തത് പ്രീമിയർ പ്രോയുടെ ബേസിക് എഡിറ്റിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനുകൊണ്ടുള്ള ഉപയോഗം എന്ന് മാത്രം പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രീമിയർ പ്രോയിൽ ബാക്കിയുള്ള അഡ്വാൻസ്ഡ് സംഭവങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പ്രീമിയർ പ്രോ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവമാണ് ഫോട്ടോഷോപ്പ്. അതായത് നിങ്ങളൊരു യൂട്യൂബർ ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും താങ്കളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു തമ്പനെയിൽ മസ്റ്റാണ്. അപ്പോൾ ആ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഫോട്ടോഷോപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലോസ്ട്രേറ്ററിൽ അറിയാമെങ്കിൽ ഇല്ലോസ്ട്രേറ്ററിലും ക്രിയേറ്റ് ചെയ്യാം. നമ്മളിത് പക്കായിട്ട് ഒരു ബേസിക്കലി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഡിറ്റിങ്ങിലേക്ക് വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത് പോലെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് അറിയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്രയും നമ്മൾ ബേസിക്സ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ആൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക. ഇത് CC 2019 ആണ്. നിങ്ങൾക്ക് അതിന് മുമ്പുള്ള വെർഷനോ അതിന് ശേഷമുള്ള വെർഷനോ ഉപയോഗിച്ചാൽ പല മാറ്റങ്ങളും സംഭവിക്കും. CC വെർഷൻസൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാതും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അതായത് Ctrl+N. നമ്മൾ പ്രീമിയർ പ്രോയിലൊക്കെ പഠിക്കുന്ന അതേ ടൂൾ തന്നെയാണ് ഫോട്ടോഷോപ്പുള്ളത്. ഫോട്ടോഷോപ്പ് അറിയുന്ന ഒരാൾക്ക് പ്രീമിയർ പ്രോ ഈസിയാണ്. കാരണം ഇതിൽ കണ്ടിട്ടുള്ള അതേ ടൂളുകൾ തന്നെയാണ് അതിലും കാണാനുള്ളത്. നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ നോക്കിയുമ്പോൾ ഒരുപാട് ഫയൽസ് ഓപ്പൺ ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്ലോവ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിക്സൽസ് എന്ന സെലക്ട് ചെയ്തുകൊണ്ട് വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാൻ പോവാണ്. സാധാരണയായിട്ട് ഒരു തമ്പനെയിലെ സൈസ് എന്ന് പറയുന്നത് 1920x1080 RGB ഫോർമാറ്റ്. ഒരു 300 റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് തൽക്കാലത്തിന്. ഓക്കെ, നമ്മൾ പേര് പ്രീമിയർ പ്രോ തമ്പ്, ജസ്റ്റ് ഒരു പേര് കേട്ടോ. എൻ്റർ ആയി. ഇതുപോലത്തെ ഇൻ്റർഫേസ് നമുക്ക് കാണും. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ളത് പെട്ടെന്ന് ചെയ്യാം. ഫോട്ടോഷോപ്പ് നമ്മളെ കയ്യിലാണ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പരിപാടി ചെയ്യണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഷോർട്ട് കീസാണ്. ഷോർട്ട് കീസ് നമ്മൾ ആദ്യം തന്നെ ഉപയോഗിച്ച് പഠിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ പ്രീമിയറിൽ അതിൽ എക്സ്ട്രാ ആവാൻ പറ്റും. അന്യായ സ്പീഡിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഇനിയിപ്പോൾ ഒന്ന് എടുക്കാൻ വേണ്ടി ഫയല് ഓപ്പണൊക്കെ നോക്കുമ്പോഴത്തിന് നമുക്ക് വേണമെങ്കിൽ എറണാകുളം പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+O ഓപ്പൺ ചെയ്യാൻ, Ctrl+N ന്യൂ വരാൻ, Ctrl+Shift+N. അപ്പോൾ നമ്മൾ ഡെയിലി ക്ലാസ്സിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ട് നിങ്ങളുടെ കയ്യിൽ ഒന്ന് വെക്കുന്നത് ഒന്നുകൂടി നന്നാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ ഷോർട്ട് കീസൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് നോട്ടിലൊന്ന് എഴുതി വെക്കുക. നിങ്ങൾ ജസ്റ്റ് എഡിറ്റിങ്ങിൽ ഇരിക്കുന്ന ടൈമിൽ ആ നോട്ട് അവിടെ വെക്കുക. കീബോർഡിൻ്റെ മുമ്പിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കുക. അതിൽ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 2-3 പോസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ നോട്ട് എടുത്ത് വലിച്ചെറിയില്ല, ഒന്ന് മാറ്റി നിർത്തുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഓർമ്മയിലുള്ളതൊന്നും ഇങ്ങനെ അടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവില്ല ഇത് അതാണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗൂഗിളിൽ പോകണം. ഗൂഗിളിൽ പോയിട്ട് പിക്സൽസ് എന്ന വെബ്സൈറ്റ് ഉണ്ട്. അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരികയാണ്. വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സാധനം കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ് പിക്സൽസ് എന്ന് പറയുന്നത്. പിക്സൽസിൻ്റെ വെബ്സൈറ്റ് അല്ലല്ലോ വന്നത്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. പിക്സൽസ്. ഓക്കെ, ഇതാണ് പിക്സൽസ് കേട്ടോ. ഈസി, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പിക്ചർ കിട്ടണമെങ്കിൽ പിക്സൽസിന് തന്നെ പോകണം. നമുക്ക് എഡിറ്റിംഗ് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. നല്ല പിക്ചേഴ്സൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അടിക്കാം. പെട്ടെന്ന് പരിപാടി ചെയ്യിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ഡിലേ ആകും. നമ്മൾ എഡിറ്റിംഗ് നമുക്ക് മടുപ്പായി തോന്നാൻ പാടില്ല. ഒരിക്കലും നമ്മൾ പാഷനായിട്ട് എടുക്കണം. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയമാണ്. നമുക്ക് എഡിറ്റിംഗ് നമുക്ക് താല്പര്യം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ചെറിയ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ അറിയാം നമുക്ക് പറ്റിയ പണിയാണോ അല്ലേ എന്നുള്ളത്. നമ്മൾ ആദ്യമൊന്നും ഇട്ടെറിഞ്ഞ് പോരത്, പരമാവധി ഒന്ന് നോക്കുക. കാരണം നല്ല സ്കോപ്പുള്ള ഒരു മേഖലയാണ്. നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് തന്നെ ഒരുപാട് ഗുണം ലഭിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഈ ഫോട്ടോ പറ്റില്ല, കാരണം ഫോട്ടോഷോപ്പാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇത് കിട്ടുന്ന ഓക്കെ, ഇതിൽ ഇപ്പോൾ
ജസ്റ്റ് ഒരു പിക്ചർ എടുത്താൽ മതി കേട്ടോ. നമ്മളൊരു എന്താ പറയുക, ഒരു വ്യൂ പോയിൻ്റാണ് ഏതെടുക്കണം എന്നുള്ളതൊക്കെ. ഞാൻ അപ്പോൾ ജസ്റ്റ് ഇതാണ് എടുക്കാം. ഓക്കെ, ഇത് വേറെ വെബ്സൈറ്റ് എടുക്കാമല്ലേ പോണത്. ഓ, ഇത് ആഡായി കാണിച്ചതാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് പ്രീമിയർ സെർച്ച് ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് ടൈം പോണ സംഭവം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട നമ്മുടെ ടൈം പോണ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതിന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ അടിക്കുക, കോപ്പി ചെയ്യാം, ജസ്റ്റ് ഗൂഗിളായിട്ട് പേസ്റ്റ് ചെയ്യുക. വേറെ ഓപ്ഷൻ ചെയ്യാം നമ്മൾ മുമ്പേ. ആദ്യം വന്നത് തന്നെ ഹിറ്റ് വീഡിയോ ആണല്ലോ. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൽ വീഡിയോ എടുക്കുക. നിയമപ്രകാരം നിങ്ങളിത് ചെയ്യരുത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാക്സിമം സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താലും മതി അല്ലേ? എന്നാൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാൻ വിൻഡോസ് പ്ലസ് പ്രിൻ്റ് സ്കാൻ ഉപകാരമുള്ള സാധനം കേട്ടോ. അറിയില്ലെങ്കിൽ ഒന്ന് പഠിച്ചോളി. കൺട്രോൾ ഓ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. സ്ക്രീൻഷോട്ട് ചെയ്ത സാധനം നമുക്ക് ഡോക്യുമെൻറ്റിൽ പോയാൽ കിട്ടും. പിക്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടിൽ സാധനം എടുക്കുന്നുണ്ടാവും. അത് ഇങ്ങോട്ട് വലിച്ചിടുക. ഓക്കെ, സാധനം വന്നു, ഇങ്ങോട്ട് കൊണ്ടുവരിക, ഡ്രാഗ് ചെയ്യുക, ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഇവിടെ എത്തും. നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യുക സാധനത്തിന്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കൺട്രോൾ ഷിഫ്റ്റ് എന്ന് പുതിയ ലെയർ ഉണ്ടാക്കാനാണ് കേട്ടോ. എഴുതി വെച്ചോളി. ഇനി ആൾട്ട് ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന 2 കളറുകളാണ് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ബ്ലാക്കും ഒന്ന് യെല്ലോ ആണ്. അപ്പോൾ ഈ മുകളിലുള്ള കളറിനാണ് നമ്മൾ ആൾട്ട് ബാക്ക് സ്പേസ് നോക്കിയത്. അടിയത്തെ കളറാണ് നമുക്ക് ഇവിടെ വരേണ്ടതെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബാക്ക് സ്പേസ് നോക്കി കഴിഞ്ഞാൽ അതവിടെ വരും. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ആൾട്ട് ബാക്ക് സ്പേസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പാസിറ്റി കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കീബോർഡിൽ 1 മുതൽ 9 വരെയുള്ള ഏതൊരു ബട്ടൺ നോക്കി കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ഒപ്പാസിറ്റി അവിടെ ആയി വരുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 50% ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പ്രീമിയറിൻ്റെ ഒരു ലോഗോ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം, പ്രീമിയർ ലോഗോ. പ്രീമിയറിൻ്റെ ലോഗോ വന്നു. നിങ്ങൾ സേവ് ചെയ്യാനൊന്നും നിൽക്കേണ്ട, ഒരു ടിപ്പ് പറഞ്ഞുതരാം. ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോട്ടോഷോപ്പ് കൊണ്ടിട്ട് കൺട്രോൾ V അടിച്ചാൽ മതി, സാധനം ഇവിടെ വരും. നിങ്ങൾ സേവ് ചെയ്ത് വരുമ്പോൾ ഇതിന് ടൈം നമുക്ക് നഷ്ടമാണ്. ക്വാളിറ്റിക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല. നിങ്ങൾ അത്രയും ക്വാളിറ്റിക്കുള്ള, അതായത് പ്രിൻ്റ് ചെയ്യാനുള്ളതൊക്കെയാണ് നിങ്ങൾ സേവ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. ഇത് നമുക്കിപ്പോൾ തമ്പനെയിലിപ്പോൾ ഈ ക്വാളിറ്റിയൊക്കെ മതി. അതുകൊണ്ടാണ് അത്യാവശ്യം ക്വാളിറ്റി ഇതുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. നമുക്ക് ആണ്ടുകൊട്ടൊക്കെ അറേഞ്ച്മെൻറ്റ് വരുത്തട്ടോ. നമ്മളാണ് തീരുമാനിക്കുന്നത് എവിടെ വരേണ്ടത് എവിടെ വരാത്തതെന്നൊക്കെ. ഏകദേശം ഇവിടെ ആയിട്ട് കൊടുത്തു നോക്കാം, നമുക്ക് മാറ്റം വരുത്താം. ഇനി നമുക്കിവിടെ എഴുതാനുള്ളത് ബേസിക്സ് ഓഫ് പ്രീമിയർ അല്ലേ, ബേസിക് എഡിറ്റിംഗ് എഴുതി ഞാൻ ഈ ഫോണ്ട് വൈറ്റ് ആക്കുകയാണ്. ഫോണ്ട് വൈറ്റ് ആക്കി. അതുപോലെ തന്നെ ഈ ഫോണ്ടിനെ നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്തതിന് ശേഷം ഞാനിത് 2 ആക്കുന്നു. ശേഷം ഇതിനെ സെൻറ്റർ ആക്കിയിട്ട് അലൈൻ ചെയ്യുക. നമുക്ക് എവിടെയാണോ കൊടുക്കാൻ പറ്റുക എന്നുള്ള രൂപത്തിൽ നമ്മൾ അതൊന്ന് നോക്കുക. നമ്മൾ 50 നിന്നും ഏകദേശം ഒരു 70 ആക്കുന്നുണ്ട്. ഒരു 80 ആക്കിയാലോ? ഓക്കെ, 70 മതി. അതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ ട്രാക്കൊന്ന് അലൈൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേണിങ്ങും ട്രാക്കിങ്ങൊക്കെ ഒന്ന് നിങ്ങൾ നോക്ക്, ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഈ മൗസ് പോയിൻ്റർ വെച്ച സ്ഥലം നോക്കിയിട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിനെ റൈറ്റ് പോർഷനിലേക്ക് കൊടുന്ന് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. നമ്മൾ ഐഡിയക്കാട്ട് അതൊക്കെ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു തമ്പനെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ ഏറ്റവും കൂടുതൽ
ഒരു തംബ്നെയിൽ കണ്ടിട്ടാവും ക്ലിക്ക് ചെയ്യണോ വേണ്ടേ എന്ന് വരെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നും ചേഞ്ച് വരുത്തേണ്ടി വരും. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. ഇനി എനിക്കിവിടെ മലയാളത്തും കൂടി ടൈപ്പ് ചെയ്താലോ എന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ജസ്റ്റ് ഇവിടെ അവിടെ എടുക്കട്ടെ, ഒന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഇന്ന് മലയാളത്തിലൊരു വേർഡ്സ് കൊടുക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് ഫോട്ടോഷോപ്പിൽ ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങളൊന്ന് കയറി നോക്കുക കേട്ടോ, എന്താണ് ടൈപ്പ് ഇറ്റ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് കൊടുത്ത് യൂണിക്കോഡിൽ നമ്മുടെ അക്ഷരം FML ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, നമുക്ക് ഇതിനായിട്ടൊരു വീഡിയോ ഒക്കെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. നമ്മൾ സ്പോട്ടിൽ ടൈം കിട്ടുന്ന അനുസരിച്ച് റിപ്ലൈ ചെയ്യും. ഇതാണ് നമ്മുടെ മെയിൻ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്താലോ, ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം. ഓക്കെ, നമുക്ക് ഇതിൽ ഈ കളറാക്കിയാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമോ എന്ന് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ഇത് നമുക്ക് വൈറ്റ് തന്നെ ആയിട്ട് കിടന്നോട്ടെ. ഒന്ന് നമുക്ക് ഈ ഫോണ്ടിനൊന്ന് ചെരിച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്, Ctrl+Shift+N നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലെയർ ഉണ്ടാക്കാം. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കരുത് നിങ്ങൾ. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, എഴുതി വെക്കണം നമ്മൾ പഠിക്കണത്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. എല്ലാവർക്കും ഇല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം, ഒന്നും കൂടി ഉചിതമാവും. കാരണം നമ്മൾ ഏത് അഡോബിൻ്റെ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാലും ഏകദേശം ഒരേ ഷോടിക്കാണ് വരല്. എഡിറ്റിങ്ങിന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈം ഒന്ന് സ്പെൻഡ് ആകുന്നത് ഒരു പക്ഷേ തംബ്നെയിൽ ഉണ്ടാക്കാനാവും. കാരണം എത്രത്തോളം ഒരു വ്യൂവറിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇതിന്മേൽ പണിയും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഒന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് യെല്ലോ കളർ ആക്കിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഒരു ബ്ലാക്കിൽ നമുക്ക് നമ്മളെ പോപ്പിൻസിൽ റെഗുലറായിട്ട്
ഓക്കെ, നമുക്ക് ഇത്ര പോരെ ഇപ്പോൾ ഏകദേശം ഒരു തമ്പനയിലിൽ. നമ്മൾ പരമാവധി അട്രാക്ട് ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ പെട്ടെന്ന് ചെയ്തതായതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കുറേ ടൈം എടുത്ത് ചെയ്തിട്ട് നമുക്ക് കുറേ നമ്മുടെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് അതിൻ്റെ ഒരു മൂഡ് വന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഓക്കെ, എന്തായാലും ഇത്രേ ഉള്ളൂ. ഒരു തമ്പനയിൽ നിർമ്മിക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണെങ്കിൽ ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പല രീതിയിലുള്ള എഡിറ്റിങ്ങുകളും പരീക്ഷിക്കാനുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതിലും വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്കായതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇത്ര ലെങ്തി ആയത്. ഇങ്ങനെ അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഈ ചരിച്ചത് വേണമെങ്കിൽ ഒന്ന് നേരെക്കാക്കാം. ഈ ചില ടൈമിലാവും നമുക്ക് ഇങ്ങനെ തോന്നൽ ഇത് വേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ. നേരക്കാക്കിയിട്ട് ഒന്ന് നേരക്കാക്കി നോക്കുക. അതിനൊക്കെ കുറച്ചും കൂടി വൃത്തി ഇതാണെന്ന് തോന്നുന്നത് എനിക്ക് കേട്ടോ. ഇതൊന്നും കൂടി നല്ലത് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഈ അടിയിലുള്ള നമ്മൾ എഴുതിയുണ്ടല്ലോ, ഇത് കുറച്ച് അടിയിലാക്കിയിട്ട് ഒന്ന് ചെറുതാക്കരുത്. ട്യൂട്ടോറിയൽസിൻ്റെ എണ്ണത്തിലല്ലല്ലോ കാര്യം അല്ലേ? ഓക്കെ, നമ്മൾ കുറച്ച് ചെറുതാക്കിയിട്ട് ഇത്ര മതി. ഓക്കെ, ഇത്ര കാര്യങ്ങൾ മതി ഇപ്പോൾ തൽക്കാലത്തിന്. നമുക്കൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് Ctrl+S ആട്ടോ, മറക്കരുത്. Ctrl+S നമ്മൾ നമ്മളെ പ്ലേസിൽ സേവ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ ഒരു തംബ്നെയിൽ നിർമ്മിക്കാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ എഡിറ്റിംഗ് താല്പര്യമായുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മളെ കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുണ്ട്. എഡിറ്റിംഗ്, മൊബൈൽ എഡിറ്റിംഗ് ഒക്കെ നമ്മൾ വളരെ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്നുണ്ട്. മൊബൈൽ സംബന്ധമായിട്ടുള്ള മൊബൈൽ ഫോട്ടോഗ്രാഫിയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സപ്പോർട്ട് അനുസരിച്ച് എല്ലാം ചെയ്യാം. അപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രോൺ മീഡിയ എന്ന ഈ ചാനലിൽ നിങ്ങൾക്ക് ഇതിൽ എഡിറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള, ഗ്രാഫിക് ഡിസൈൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.